സെക്കൻഡ് സെമസ്റ്റർ സേറ്റ്ഗേസ്റ്റ് പേപ്പറിൽ രവീന്ദ്രനാഥ ടാഗോർ എഴുതിയിട്ടുള്ള ഫ്രീഡം എന്ന് പറയുന്ന പോയമാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇന്ത്യൻ ലിറ്ററേച്ചറിൽ വളരെയധികം പ്രാധാന്യമുള്ള ഒരു വ്യക്തിയാണ് രവീന്ദ്രനാഥ ടാഗോർ. വളരെ ചെറിയ ഏജിൽ തന്നെ പോയംസ് ഒക്കെ എഴുതി തുടങ്ങിയിട്ടുള്ള ഇദ്ദേഹത്തിനാണ് ഏഷ്യയിൽ ആദ്യമായിട്ട് നോബൽ പ്രൈസ് ഫോർ ലിറ്ററേച്ചർ അവാർഡ് കിട്ടിയത്. അദ്ദേഹത്തിൻ്റെ ഗീതാഞ്ജലി എന്ന് പറയുന്ന വർക്കിനാണ് 1913 നോബൽ പ്രൈസ് ഫോർ ലിറ്ററേച്ചർ ലഭിച്ചത്. ടാഗോർ ദ ബാർഡ് ഓഫ് ബംഗാൾ എന്നാണ് അറിയപ്പെടുന്നത്. ബംഗാളിൻ്റെ തന്നെ ആസ്ഥാന കവിയായിട്ടാണ് ടാഗോർ അറിയപ്പെടുന്നത്. അതുമാത്രമല്ല, അദ്ദേഹത്തിൻ്റെ പല വർക്ക്സും ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടതോടുകൂടി ലോകത്തിലെ തന്നെ എല്ലാവരും അറിയപ്പെടുന്ന ഒരു വ്യക്തിയായിട്ട് ടാഗോർ മാറി. അദ്ദേഹത്തിൻ്റെ മറ്റ് പോയറ്റിക് കളക്ഷൻസ് ആണ് മാൻസി, സൊനാർത്താര്, ഗീതാഞ്ജലി, ഗീതിമാല്യ ആൻഡ് ബാലക എന്ന് പറയുന്നത്. ഗീതാഞ്ജലി ഈസ് എ കളക്ഷൻ ഓഫ് 103 അൺടൈറ്റിൽഡ് പോയംസ്. അതിൻ്റെ തീംസ് എന്ന് പറയുന്നത് മിസ്റ്റിക്, പാട്രിയോട്ടിക് ആൻഡ് റൊമാൻറ്റിക് തീംസ് ആണ് അധികവും ഗീതാഞ്ജലിയിലുള്ള എല്ലാ പോയത്തിനും ഉള്ളത്. ടാഗോറിനെ സംബന്ധിച്ച് ഫ്രീഡം എന്ന് പറയുന്നത് വെറും പൊളിറ്റിക്കൽ മാത്രമായി ഒതുങ്ങുന്ന കാര്യമല്ല, മറിച്ച് ഹ്യൂമൻ സ്പിരിറ്റിൻ്റെ തന്നെ ലിബറേഷനാണ് അദ്ദേഹം ഫ്രീഡം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് റിലീജിയസ്, പൊളിറ്റിക്കൽ, മോറൽ ഓർ ഇൻ്റലക്ച്വൽ ഏതുമായിക്കോട്ടെ, ഇതിൻ്റെയൊക്കെ ഒപ്രഷൻസ്, ഇതൊക്കെ ഉണ്ടാക്കുന്ന എന്തെങ്കിലും തരത്തിലുള്ള നിയമങ്ങൾ, സമ്മർദ്ദങ്ങൾ, ഇതിൽ നിന്നെല്ലാമുള്ള ഓരോ ഹ്യൂമൻ ബീയിങ്സിൻ്റെയും ലിബറേഷനാണ് അദ്ദേഹം ഫ്രീഡം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും ഓവർകം ചെയ്യുന്നതിനെയാണ് അദ്ദേഹം ഫ്രീഡം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ടാഗോർ ആഗ്രഹിക്കുന്നത് അദ്ദേഹത്തിൻ്റെ കൺട്രിമെൻ, അതായത് ഇന്ത്യൻ പീപ്പിൾ, ഇന്ത്യൻ ജനങ്ങൾ എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് കാസ്റ്റ്, ക്രീഡ് എന്നീ ഡൊമസ്റ്റിക് ബാരിയേഴ്സിനെയൊക്കെ ഓവർകം ചെയ്ത് ഫ്രീഡത്തിൻ്റെ ഏറ്റവും ഹയസ്റ്റ് സ്റ്റേറ്റിലേക്ക് എത്തണം എന്നുള്ളതാണ് ടാഗോറിൻ്റെ ആഗ്രഹം. ഒരു പൊളിറ്റീഷ്യനും ഓഥറൊക്കെ ആയിട്ടുള്ള വ്യക്തിയാണ് ഓങ് സാൻ സ്യൂ കി. അവരുടെ അഭിപ്രായമാണ് ദ ഓൺലി റിയൽ പ്രിസൺ ഈസ് ഫിയർ ആൻഡ് ദ ഓൺലി റിയൽ ഫ്രീഡം ഈസ് ഫ്രീഡം ഫ്രം ഫിയർ. ഭയമാണ് ഓരോരുത്തരുടെയും തടവറ എന്ന് പറയുന്നത്. എന്ന് ആ ഭയത്തെ ഓവർകം ചെയ്യുന്നോ അതാണ് യഥാർത്ഥത്തിലുള്ള ഫ്രീഡം എന്നാണ് അവർ അഭിപ്രായപ്പെടുന്നത്. ഇത് തന്നെയാണ് രവീന്ദ്രനാഥ ടാഗോർ മുന്നോട്ട് വെച്ചിട്ടുള്ള ആശയം. ദിസ് ഇസ് ദ പോയം ഫ്രീഡം ബൈ രവീന്ദ്രനാഥ ടാഗോർ. ഒരുപാട് ഫ്രേസസ് വരുന്ന ഒരു പോയമാണിത്. ജസ്റ്റ് ലൈക്ക് ബേർഡൻ ഓഫ് ഏജസ്, ബെക്കനിങ് കോൾ ഓഫ് ഫ്യൂച്ചർ, ഷാക്കിൾസ് ഓഫ് സ്ലംബർ, അങ്ങനെയൊക്കെ പറയുന്ന ഒരുപാട് ഫ്രേസസ് ഈ പോയത്തിലുണ്ട്. അതൊക്കെ എന്താണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. ഫ്രീഡം ഫ്രം ഫിയർ ഇസ് ദ ഫ്രീഡം ഐ ക്ലെയിം ഫോർ യു മൈ മദർ ലാൻഡ്. ഇതിൽ ടാഗോർ മദർ ലാൻഡ് എന്ന് അഡ്രസ്സ് ചെയ്തിരിക്കുന്നത് ഇന്ത്യയാണ്. ഇന്ത്യയോടാണ് ഈ കാര്യങ്ങളൊക്കെ ടാഗോർ പറയുന്നത്. എന്താണ് കവി ഉദ്ദേശിച്ചത്? ഫ്രീഡം ഫ്രം ഫിയർ ഇസ് ദ ഫ്രീഡം ഐ ക്ലെയിം ഫോർ യു മൈ മദർ ലാൻഡ്. എൻ്റെ മദർ ലാൻഡായ ഇന്ത്യക്ക് വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ അവകാശപ്പെടുന്നത് ഫ്രീഡം ഫ്രം ഫിയർ ആണ്. ആ ഭയത്തിൽ നിന്നുള്ള ആ ഒരു മോചനമാണ് ഞാൻ ഇന്ത്യക്ക് വേണ്ടി ആഗ്രഹിക്കുന്നത്. ഫ്രീഡം ഫ്രം ദ ബേർഡൻ ഓഫ് ദ ഏജസ്, ബെൻഡിങ് യുവർ ഹെഡ്, ബ്രേക്കിംഗ് യുവർ ബാക്ക്, blinding your eyes to the beckoning call of the future. ഇവിടെ ബേർഡൻ ഓഫ് ദ ഏജസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ബ്രിട്ടീഷ് കൊളോണിയലിസമാണ്. ഒരുപാട് വർഷത്തോളം കാലം ഇന്ത്യ ബ്രിട്ടീഷിൻ്റെ കീഴിലായിരുന്നു. അത്രയും കാലം തന്നെ ഇന്ത്യ യഥാർത്ഥത്തിൽ ഒരു സ്ലേവറി തന്നെയാണ് അനുഭവിച്ചുകൊണ്ടിരുന്നത്. വെറും ഒരു അടിമകളെ പോലെ തന്നെയായിരുന്നു ബ്രിട്ടീഷുകാരുടെ കീഴിൽ ഇന്ത്യ ഒരുപാട് വർഷത്തോളം കാലം ഉണ്ടായിരുന്നത്. അതാണ് ബേർഡൻ ഓഫ് ദ ഏജസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ ബെക്കനിങ് കോൾ ഓഫ് ദ ഫ്യൂച്ചർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബ്രൈറ്റ് ഫ്യൂച്ചർ. അത് ഇൻഡിപെൻഡൻസ് ആവാം, ഫ്രീഡം എന്തും ആവാം. ഇന്ത്യക്ക് മുന്നോട്ട് ഉണ്ടായേക്കാവുന്ന ബ്രൈറ്റ് ഫ്യൂച്ചറിനെയാണ് ബെക്കനിങ് കോൾ ഓഫ് ദ ഫ്യൂച്ചർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ടാഗോർ ഇന്ത്യയെ ഒരു ഏജിങ് മദർ ആയിട്ടാണ് പേഴ്സോണിഫൈ ചെയ്തത്. ആ ഏജിങ് മദർ ആയിട്ടുള്ള ഇന്ത്യക്ക് ഈ ബ്രിട്ടീഷുകാരുടെ ഒരു കൺട്രോൾ കൊണ്ട്, ഇത്രയും വർഷക്കാലത്തെ കൺട്രോൾ കൊണ്ട് എന്തവസ്ഥയിലാണ് ഇന്ത്യ എത്തിയിട്ടുള്ളത്? അതാണ് ബെൻഡിങ് യുവർ ഹെഡ്, തല കുനിച്ച് നടുവൊടിഞ്ഞ് ഒന്നും കാണാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ് ഇന്ത്യ ഇപ്പോൾ ഉള്ളത്. ഇന്ത്യക്ക് ഭാവിയിൽ ഉണ്ടായേക്കാവുന്ന നല്ല ബ്രൈറ്റ് ഫ്യൂച്ചർ അല്ലെങ്കിൽ ഇൻഡിപെൻഡൻസ്, ഇതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാൻ പറ്റാതെയാണ് ഇന്ത്യ ഇപ്പോൾ, ആ ഒരു അവസ്ഥയിലാണ് ഇന്ത്യ ഉള്ളത്. ആൻഡ് ടാഗോർ ആഗ്രഹിക്കുന്നത് ഈ ഒരു അവസ്ഥയിൽ നിന്ന്, ഈ ഒരു ബേർഡൻ ഓഫ് ദ ഏജസിൽ നിന്ന് ഇന്ത്യക്ക് ഒരു മോചനം കിട്ടണം എന്നാണ് ടാഗോർ ആഗ്രഹിക്കുന്നത്.
Freedom from the shackles of slumber, wherewith you fasten yourself in night stillness, mistrusting the star that speaks of truth's adventurous path. ഷാക്കിൾസ് ഓഫ് സ്ലംബർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദ ലോങ് സ്റ്റാൻഡിങ് ഇൻആക്ടിവിറ്റി കോസ്ഡ് ബൈ ദ സ്ലേവറി ടു ബ്രിട്ടീഷ് ഇമ്പീരിയൽസം. ഒരുപാട് വർഷക്കാലം ഈ ബ്രിട്ടീഷ് കോളനി ആയതുകൊണ്ട് അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരുടെ കൺട്രോളിലായതുകൊണ്ട് ആ ഒരു അടിമത്തം കാരണം ഇന്ത്യ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിൽ അല്ലെങ്കിൽ ഇന്നാക്റ്റീവായിട്ട് ആ ഒരു മയക്കത്തിലായി പോയി എന്നാണ് ഷാക്കിൾസ് ഓഫ് സ്ലംബർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നൈറ്റ് സ്റ്റിൽനെസ് എന്ന് പറഞ്ഞാൽ ആ ഡാർക്ക് ടൈം അല്ലെങ്കിൽ ആ ബാഡ് കണ്ടീഷൻ. ആൻഡ് ട്രൂത്ത്സ് അഡ്വഞ്ചറസ് പാത്ത് എന്നതുകൊണ്ട് ഒരു ബ്രൈറ്റ് ഫ്യൂച്ചറാണ് ഉദ്ദേശിക്കുന്നത്. ഈ ലൈൻസിലൂടെ ടാഗോർ ഉദ്ദേശിക്കുന്നത് ഫ്രീഡം ഫ്രം ദ ഷാക്കിൾസ് ഓഫ് സ്ലംബർ വെർ വിത്ത് യു ഫാസ്റ്റൻ യുവർ സെൽഫ് ഇൻ നൈറ്റ് സ്റ്റിൽനെസ്. ഈ ഒരു സ്ലേവറി കാരണം ഇന്ത്യ മുന്നോട്ടേക്കുള്ള അവരുടെ ഫ്യൂച്ചർ കാണാൻ വേണ്ടിയിട്ട് കഴിവില്ലാതായി മാറുകയാണ്. ഒരുപാട് വർഷത്തോളം ഇനാക്റ്റീവ് ആയതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഒരു മയക്കത്തിലാണ് ഇന്ത്യ ഇപ്പോൾ ഉള്ളത്. ആ ഒരു ഷാക്കിൾസ് ഓഫ് സ്ലംബർ, ആ ഒരു അവസ്ഥയിൽ നിന്ന് ഇന്ത്യക്ക് ഒരു മോചനം കിട്ടണം. ഇന്ത്യ ഉണർന്ന് പ്രവർത്തിക്കണം. തൻ്റെ നല്ല ഭാവിക്ക് വേണ്ടി ഇന്ത്യ ആ ഒരു ഉറക്കത്തിൽ നിന്ന് ഉണർന്ന് ആക്റ്റീവ് ആവണം എന്നാണ് ടാഗോർ ആഗ്രഹിക്കുന്നത്. ആ ഡാർക്ക് ടൈമിൽ അവരുടെ ആ ഒരു ബാഡ് കണ്ടീഷൻ, ഇന്ത്യയുടെ ആ ബ്രിട്ടീഷ് കോളനൈസേഷനാണ് ആ ഒരു ബാഡ് കണ്ടീഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവരുടെ ആ ഒരു ബാഡ് കണ്ടീഷൻ ഉണ്ടായിരുന്ന സമയത്ത് നല്ലൊരു നാളേക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാനും ഉണർന്ന് പ്രവർത്തിക്കാനും ഇന്ത്യ മറന്നുപോയി. അല്ലെങ്കിൽ ഇന്ത്യക്ക് ആ ഒരു സ്ലേവറി കാരണം അതിന് സാധിക്കുന്നില്ല. ആ ഒരു അവസ്ഥയിൽ നിന്ന് ഇന്ത്യ പുറത്തേക്ക് കടക്കണം എന്നാണ് ടാഗോർ ആഗ്രഹിക്കുന്നത്. Freedom from the anarchy of destiny. Whole sails are weakly yielded to the blind uncertain winds, and the help to a hand ever rigid and cold as death. Anarchy of destiny എന്ന് വെച്ചാൽ ബ്ലൈൻഡ് ആൻഡ് പാസീവ് സബ്മിഷൻ ടു ഫേറ്റ്. സംഭവിച്ചതെല്ലാം വിധിയാണ്, വിധി അങ്ങനെ ആയതുകൊണ്ടൊക്കെയാണ് ഇങ്ങനെ സംഭവിച്ചത് എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ്. ഇന്ത്യയുടെ ആ ഒരു ആറ്റിറ്റ്യൂഡ് മാറണം, അല്ലെങ്കിൽ ആ ഒരു ആറ്റിറ്റ്യൂഡിൽ നിന്ന് ഇന്ത്യക്ക് മോചനം ലഭിക്കണം എന്നാണ് ടാഗോർ ആഗ്രഹിക്കുന്നത്. ടാഗോർ ഡസ് നോട്ട് വാണ്ട് ഹിസ് കൺട്രി ടു ജസ്റ്റ് ബ്ലൈൻഡ്ലി ഫോളോ ദ ഫേറ്റ്. എന്താണോ ഇപ്പോൾ ഉള്ള വിധി, ആ ഒരു എന്താണ് ഇപ്പോൾ ഉള്ള അവസ്ഥ എന്ന് വെച്ചാൽ ആ ഒരു അവസ്ഥയെ ഇത് വിധിയാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇന്ത്യ അങ്ങനെ ഇരിക്കരുത് എന്നാണ് ടാഗോർ ആഗ്രഹിക്കുന്നത്. ഇന്ത്യയുടെ ഇപ്പോഴത്തെ കണ്ടീഷനെ, അതായത് ബ്രിട്ടീഷ് കോളനി ആയിരുന്ന സമയത്ത്, ബ്രിട്ടീഷ് പീപ്പിളുടെ കൺട്രോളിലായിരുന്ന സമയത്തുള്ള ഇന്ത്യയുടെ ആ ഒരു ഡെസ്റ്റിനിയെ, ആ ഒരു വിധിയെ ടാഗോർ കമ്പയർ ചെയ്തിരിക്കുന്നത് ഒരു സെയിൽസ് ബോട്ടിനോടാണ്. എങ്ങനെയുള്ള സെയിൽസ് ബോട്ടിനോടാണ്? പലതരത്തിലും പല ഡയറക്ഷനിലും പല രീതിയിലുള്ള കാറ്റിനെ, വിൻഡിനെ ഫേസ് ചെയ്യേണ്ടി വരുന്ന ഒരു സെയിൽസ് ബോട്ട്. ആ സെയിൽസ് ബോട്ടിനെ കൺട്രോൾ ചെയ്യുന്ന ക്യാപ്റ്റൻ വളരെ അൺകെയറിങ് ആയിട്ടും ടാലൻറ്റഡ് അല്ലാത്ത ഒരു വ്യക്തിയുമാണെങ്കിൽ എന്തായിരിക്കും ആ ഒരു ബോട്ടിൻ്റെ അവസ്ഥ? ആ ഒരു അവസ്ഥയെ പോലെയാണ് ടാഗോർ ഇന്ത്യയുടെ ഇപ്പോഴത്തെ അവസ്ഥയെ കമ്പയർ ചെയ്തിരിക്കുന്നത്. ബ്രിട്ടീഷ് കോളനി ആയിരിക്കുന്ന സമയത്തുള്ള ഇന്ത്യയുടെ വിധിയെ ടാഗോർ കമ്പയർ ചെയ്തിരിക്കുന്നത് നല്ല ഒരു ക്യാപ്റ്റൻ ഇല്ലാത്ത ഒരു സെയിൽസ് ബോട്ട്, അൺസർട്ടൻ വിൻഡ്സിനെ ഫേസ് ചെയ്യേണ്ടി വരുന്ന ഒരു സെയിൽസ് ബോട്ടിനോടാണ് ടാഗോർ ഇന്ത്യയെ കമ്പയർ ചെയ്തിരിക്കുന്നത്. Freedom from the insult of dwelling in a puppet's world, where movements are started through brainless fires, repeated through mindless habits, where figures wait with patience and obedience for the master of show, to be stirred into a mimicry of life. ഈ ലൈൻസ് ഈ പോയത്തിൽ തന്നെ ഗോൾഡൻ ലൈൻസ് ആണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? ഫ്രീഡം ഫ്രം ദ ഇൻസൾട്ട് ഓഫ് ഡ്വെല്ലിംഗ് ഇൻ എ പപ്പറ്റ്സ് വേൾഡ്. ഒരു പപ്പറ്റ് വേൾഡ് ആണ് ഇന്ത്യക്കാരിപ്പോൾ ജീവിക്കുന്നത്. ആ ഒരു ഇൻസൾട്ടിൽ നിന്നും ഒരു മോചനം വേണം ഇന്ത്യക്ക് എന്നാണ് ടാഗോർ ഉദ്ദേശിക്കുന്നത്. പപ്പട്രി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പാവകളി കൊണ്ട് ഉദ്ദേശിക്കുന്നത് പപ്പറ്റിയർ, അയാൾ എങ്ങനെയാണോ ഈ പാവയുടെ ചരട് വലിക്കുന്നത് ആ ഒരു മൂവ്മെൻറ്റിലായിരിക്കും ഈ പാവയുടെ മൂവ്മെൻറ്റും. എങ്ങോട്ടേക്കാണോ അയാൾ ആഗ്രഹിക്കുന്നത് പാവ മൂവ് ചെയ്യണമെന്ന് ആ രീതിയിലേക്കായിരിക്കും പാവ ഈ പപ്പറ്റ് മൂവ് ചെയ്യുന്നത്. അതേ അവസ്ഥ തന്നെയാണ് ഇന്ത്യക്കും എന്നാണ് പറയുന്നത്. ബ്രിട്ടീഷേഴ്സിൻ്റെ അണ്ടർ കൺട്രോളിൽ ഇന്ത്യയും ഇപ്പോൾ ഒരു പപ്പറ്റ് പോലെയാണുള്ളത്. അവർ ഇന്ത്യക്കാർ എന്ത് ചെയ്യണം, എങ്ങനെ ജീവിക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നതോ അതേ രീതിയിലാണ് ഇന്ത്യക്കാർ ഇപ്പോൾ ജീവിക്കുന്നത്. ഇന്ത്യക്കാരും അതുകൊണ്ട് ഒരു പപ്പറ്റ് വേൾഡ് പോലെയാണ്. Where movements are started through brainless fires, repeated through mindless habits. Brainless fires കൊണ്ട് ഉദ്ദേശിക്കുന്നത് വിത്തൗട്ട് തിങ്കിങ്, ആൻഡ് മൈൻഡ്ലെസ് ഹാബിറ്റ്സ് എന്ന് വെച്ചാൽ കസ്റ്റംസ് വിത്തൗട്ട് റീസൺ. ഇവിടെ ഉദ്ദേശിച്ചത്
ഈ ബ്രിട്ടീഷ് പീപ്പിൾ അവർ പല രീതിയിലുള്ള കസ്റ്റംസ് കൊണ്ട് ഒരു രീതിയിലും യുക്തിയില്ലാത്ത പല കസ്റ്റംസും കൊണ്ടാണ് ഇന്ത്യക്കാരെ ഒന്നും ചിന്തിക്കുകയും ആലോചിക്കാതെയും പല രീതിയിലും കൺട്രോൾ ചെയ്യുന്നത്. ഇന്ത്യക്കാരെന്താണ് ചെയ്യുന്നത്? Where figures wait with patience and obedience for the master of show. ഇവിടെ ഫിഗേഴ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇന്ത്യൻസിനെയാണ്, ഇന്ത്യൻ പീപ്പിളിനെയാണ് ഫിഗേഴ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇന്ത്യൻ പീപ്പിൾ വെയിറ്റ് വിത്ത് പേഷ്യൻസ് ആൻഡ് ഒബീഡിയൻസ് ഫോർ ദ മാസ്റ്റർ ഓഫ് ഷോ. മാസ്റ്റർ ഓഫ് ഷോ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബ്രിട്ടീഷ് പീപ്പിളിനാണ്. അവരെന്താണോ പറയുന്നത് എന്ന് ക്ഷമയോടുകൂടിയും വളരെ ഒബീഡിയൻ്റ് ആയിട്ടും കേൾക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ് ഇന്ത്യൻ പീപ്പിൾ. എന്നിട്ട് അവർ പറയുന്നത് എന്താണോ അതേപോലെ പ്രവർത്തിക്കാനായിട്ട് വെയിറ്റ് ചെയ്യാണ്. ഈ ഒരു അവസ്ഥയിൽ നിന്നും ഇന്ത്യക്ക് മോചനം വേണമെന്നാണ് ടാഗോർ ഉദ്ദേശിക്കുന്നത്. ആൻഡ് ടു ബി സ്റ്റിർഡ് ഇൻ ടു എ മിമിക്രി ഓഫ് ലൈഫ്. മിമിക്രി ഓഫ് ലൈഫ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അൺറിയൽ ലൈഫാണ്, കൺട്രോൾഡ് ബൈ അതേഴ്സ്. ഈ ഒരു രീതിയിലാണ് ഇന്ത്യക്കാർ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ ലൈഫ് എന്ന് പറയുന്നത് ഒരു മിമിക്രിയാണ്. മറ്റുള്ളവർ പറയുന്നതനുസരിച്ച് അവരുടെ കൺട്രോളിന് കീഴടങ്ങിയിട്ട് അതേപോലെ ജീവിക്കുന്ന ഇന്ത്യയുടെ ലൈഫ് എന്ന് പറയുന്നത് വെറും ഒരു മിമിക്രി ഓഫ് ലൈഫാണ് എന്നാണ് ടാഗോർ ഉദ്ദേശിക്കുന്നത്. ഇത്രയാണ് ഫ്രീഡം എന്ന ഒരു പോയത്തിലൂടെ ടാഗോർ അദ്ദേഹത്തിൻ്റെ മദർലാൻഡിന് ഏതൊക്കെ രീതിയിലുള്ള ഫ്രീഡം വേണം എന്ന് ടാഗോർ ആഗ്രഹിക്കുന്നുവോ അതെല്ലാമാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു പോയത്തിൽ ടാഗോർ ഒരുപാട് ഫിഗേഴ്സ് ഓഫ് സ്പീച്ച് യൂസ് ചെയ്തിട്ടുണ്ട്. അത് അലിട്രേഷൻ, പെർസോണിഫിക്കേഷൻ, മെറ്റഫർ ഒക്കെയാണ്. അലിട്രേഷൻ എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത് റിപ്പീറ്റേഷൻ ഓഫ് കൺസണന്റ് സൗണ്ടാണ്. ഇവിടെ ഫ്രീഡം ഫ്രം ഫിയർ, അതിൽ എഫ് എന്ന സൗണ്ടാണ് റിപ്പീറ്റ് ചെയ്ത് കൊണ്ടുവരുന്നത്. അതുകൊണ്ട് ആ ഒരു ഫ്രേസിൽ അലിട്രേഷൻ എന്ന ഫിഗർ ഓഫ് സ്പീച്ചാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ദെൻ അതുപോലെ തന്നെയാണ് ബേർഡൻ ഓഫ് ഏജസ്, ബെൻഡിങ് യുവർ ഹെഡ്, ബ്രേക്കിംഗ് യുവർ ബാക്ക്, ബ്ലൈൻഡിങ് യുവർ ഐസ് ആൻഡ് ടു ദ ബെക്കനിങ് കോൾ ഓഫ് ദ ഫ്യൂച്ചർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ബി എന്ന സൗണ്ട് അവിടെ റിപ്പീറ്റ് ചെയ്ത് വരികയാണ്. അതുകൊണ്ട് അതും അലിട്രേഷൻ എന്ന ഫിഗർ ഓഫ് സ്പീച്ച് തന്നെയാണ് അവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ദെൻ നെക്സ്റ്റ് കംസ് മെറ്റഫർ. മെറ്റഫർ എന്ന് പറയുന്നത് കമ്പാരിസൺ ആണ്, ഡയറക്റ്റ് ആയിട്ടുള്ള കമ്പാരിസൺ ആണ് മെറ്റഫർ. ഇവിടെ ഇന്ത്യയുടെ ഫേറ്റിനെ സെയിൽസ് ബോട്ടിനോടാണ് കമ്പയർ ചെയ്തിരിക്കുന്നത്. ഇന്ത്യയുടെ ആ ഒരു വിധി എന്ന് പറയുന്നത് അൺസർട്ടൻ വിൻഡിനെ ഫേസ് ചെയ്യുന്ന ഒരു സെയിൽസ് ബോട്ടിനോടാണ് കമ്പയർ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് അവിടെ മെറ്റഫറാണ് വരുന്നത്. ആൻഡ് പെർസോണിഫിക്കേഷൻ ഈസ് ഇന്ത്യയെ ഏജിങ് മദർ ആയിട്ടാണ് ടാഗോർ പെർസോണിഫൈ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവിടെയാണ് പെർസോണിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു ഫിഗർ ഓഫ് സ്പീച്ച് വരുന്നത്. നമുക്ക് കാണാം ഈ ഒരു പോയം സ്റ്റാർട്ട് ചെയ്ത് മുതൽ എൻഡ് ചെയ്യുന്നത് വരെ ഫ്രീഡം എന്ന് പറയുന്ന ആ ഒരു പെർട്ടിക്കുലർ വേർഡ് ഒരുപാട് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ആ ഒരു റിപ്പീറ്റേഷൻ കൊണ്ട് തന്നെ ടാഗോർ ഉദ്ദേശിക്കുന്നത് എത്രമാത്രം ടാഗോർ ആഗ്രഹിക്കുന്നുണ്ട് ഇന്ത്യക്ക് ഒരു മോചനം ലഭിക്കണം, ഇന്ത്യക്ക് ഫ്രീഡം കിട്ടണമെന്ന് ടാഗോർ എത്രമാത്രം ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് ആ റിപ്പീറ്റ് ചെയ്ത് വരുന്ന ഫ്രീഡം എന്ന ഒരു വാക്ക്. എത്രമാത്രം പാട്രിയോട്ടിക് ആണ് ടാഗോർ, അതായത് എത്രമാത്രം ദേശഭക്തിയാണ് ടാഗോറിൻ്റെ മദർലാൻഡിനോടുള്ളത് എന്നതിൻ്റെ ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് ഫ്രീഡം എന്ന് പറയുന്ന ഈ ഒരു പോയം.